എന്തൊരു ചരക്കാടാ അവള്. കാണുമ്പോൾ തന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നു. കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയും കിളിക്കൂടും പോയി. ജാതകദോഷത്തിൻ്റെ പേരിലാണെങ്കിലും കിട്ടിയത് അടാർ സാധനം തന്നെ. ഇനി ഈ പെണ്ണെങ്ങാനും തട്ടിപ്പോയ അടുത്തതിനെയും കിട്ടും. അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം. അടുക്കളയുടെ പിറകുവശത്ത് നിന്നും പാത്രം കഴുകിക്കൊണ്ടിരുന്ന പണിക്കാരൻ തമിഴ് ചെൽവനോട് വൃത്തികെട്ട ആംഗ്യം കാണിച്ചുകൊണ്ട് ദേവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് മാധവ് അങ്ങോട്ട് വന്നത്. കോട്ടേജിലേക്ക് പോകുമ്പോൾ രാത്രി കുടിക്കാനായി തണുത്ത വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് വന്നതായിരുന്നു അവൻ. അനിയനെ പോലെ കണ്ട ദേവന്റെ വായിൽ നിന്നും അങ്ങനെയുള്ള സംസാരം കേട്ടപ്പോൾ മാധവ് ഒരു നിമിഷം നിശ്ചലനായി പോയി. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം എങ്ങാണ്ടുമായി. എന്നിട്ടും ആ കഴിവില്ലാത്തവൻ അവളെ തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്നാണ് പാർവതി ആൻറ്റി അമ്മയോട് പറഞ്ഞത്. എൻ്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം. അവളിപ്പോൾ കുറഞ്ഞത് 2 മാസമെങ്കിലും ആയേനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് പാൻറ്റിന് മുകളിൽ മുഴച്ചു നിൽക്കുന്ന ആണത്തത്തെ അമർത്തി ഒഴിഞ്ഞുകൊണ്ട് അവൻ നെടുവീർപ്പിട്ടു. എല്ലാം കേട്ടുകൊണ്ട് ശെൽവൻ ബീഡിക്കറയുള്ള പല്ല് കാണിച്ച് വെളുക്കെ ചിരിച്ചു. അവരുടെ സംസാരം കേട്ട് മാധവിന് കാരവിരലിൽ നിന്നൊരു പെരുപ്പ് കയറി. അവൻ മുൻപോട്ടേക്ക് വന്നു. അമ്മാ! പാത്രം കഴുകാനായി വലിയൊരു വട്ടകയിൽ പിടിച്ചു വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ശെൽവൻ അലച്ചുകെട്ടി വീണത് പെട്ടെന്നായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ഞെട്ടിത്തിരിഞ്ഞ ദേവൻ കാണുന്നത് ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന മാധവിനെയാണ്. അവൻ വേഗം ശെൽവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ മാധവേട്ട, എന്തിനാ ഇവനെ ചവിട്ടിയേ? ദേവൻ അങ്കലാപ്പോടെ ചോദിച്ചു. അത് പറഞ്ഞു തീർന്നില്ല. മാധവന്റെ വലം കൈ അവന്റെ ഇടം കവിളിൽ ആഞ്ഞു പതിച്ചു. ദേവൻ ഒന്ന് കറങ്ങി താഴേക്ക് വീണു. കാര്യം ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പേടിയോടെ തന്നെ നോക്കുന്നവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മാധവ് പറഞ്ഞു. നിന്റെ ഈ പുഴുത്ത നാവുകൊണ്ട് എൻ്റെ ഭാര്യയെക്കുറിച്ചിനി ഒരു വാക്കെങ്കിലും പറഞ്ഞ. മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുകയും കണ്ണുകൾ ചുവന്ന് കലങ്ങുകയും ചെയ്തു. ദേവന്റെ മുഖത്ത് ഭയം കൂടി. അവൻ മുഖം താഴ്ത്തി. നിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ, ബാക്കി അവിടെ പറയാം. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മാധവ് തിരിഞ്ഞതും നടക്കാൻ തുടങ്ങിയതും ദേവൻ അവൻ്റെ കാലിൽ പിടിച്ചു. അച്ഛനോടും അമ്മയോടും പറയല്ലേ മാധവേട്ട. ദേവൻ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാചിച്ചു. മോൻ്റെ സ്വഭാവം എന്താണെന്ന് അച്ഛനും അമ്മയും അറിയട്ടെ. മാധവ് കാൽ കുടഞ്ഞു. മാധവേട്ട, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല. പ്ലീസ്, ഒരു തവണ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ദേവന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ മാധവ് ഒന്നലിഞ്ഞു. ഇനി നീ തീർത്തയെ ഒന്ന് നോക്കുന്നത് പോലും ഞാൻ കാണരുത്, അവൻ പറഞ്ഞു. ദേവൻ തലയാട്ടിക്കൊണ്ട് ആശ്വാസത്തോടെ അവൻ്റെ കാലിൽ നിന്നും പിടുത്തം വിട്ടു. ഒന്നുകൂടെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മാധവ് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് മുൻവശത്തേക്ക് നടന്നു. ഇതൊന്നും അറിയാതെ സുമതി ആൻറ്റിയുമായി സംസാരിച്ച് നിൽക്കുകയാണ് തീർത്ത. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. ഇനി വെക്കേഷൻ ആകുമ്പോൾ അനിയത്തിയെയും കൂട്ടി വരണം കേട്ടോ. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് സുമതി ആൻറ്റി പറഞ്ഞു. തീർത്ത തലയാട്ടി. ശരിയെന്നാ പിള്ളേരെ, നിങ്ങൾ പോയി കിടന്നു. സമയം ഒത്തിരിയായി. ഞങ്ങൾക്ക് അതിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. കയ്യിൽ ഒരു ടോർച്ചുമായി രാജേന്ദ്രൻ അങ്കിൾ അങ്ങോട്ട് വന്നു. ശരി, ഗുഡ് നൈറ്റ്. മാധവും തീർത്തയും തങ്ങളുടെ കോട്ടേജിലേക്ക് നടന്നു. നമുക്ക് നാളെ തിരിച്ചു പോയാലോ? എനിക്കിവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല. കോട്ടേജിലേക്ക് നടക്കുമ്പോൾ അവൾ കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? ദേവൻ ഇവളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയോ എന്നൊരു ആദിയിൽ മാധവ് ചോദിച്ചു. ഇവിടുത്തെ പണിക്കാരൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വേണ്ടാത്തിടത്തേക്കൊക്കെ തുറിച്ചു നോക്കും. എനിക്കെന്തോ പേടിയാകുന്നു. അവൾ സംസാരിക്കുമ്പോൾ വായിൽ നിന്നും ചെറുതായി പുക വരുന്നുണ്ടായിരുന്നു. ഇനി ആരും എൻ്റെ ഭാര്യയുടെ എങ്ങോട്ടും നോക്കില്ല. ഞാൻ കൂടെയുള്ളപ്പോൾ താൻ ഒന്നിനെയും കുറിച്ച് വേവലാതിപ്പെടരുത്. അതും പറഞ്ഞുകൊണ്ട് മാധവ് അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചോടണച്ചു. ദേവന് എത്രണ്ണം കൊടുത്തു? ആ പണിക്കാരൻ്റെ നെഞ്ചുകൂട് തകർന്നിട്ടുണ്ടാകും അല്ലേ? അവൻ്റെ ചൂടേറ്റ് നടക്കുന്നതിനിടയിൽ മുഖത്ത് നോക്കാതെ പറഞ്ഞ അവളുടെ മുഖത്തൊരു കള്ളച്ചിരി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. മാധവ് ഞെട്ടലോടെ അവളെ നോക്കി. മാധവേട്ടനെ കാണാഞ്ഞിട്ട് വിളിക്കാൻ അങ്ങോട്ട് വന്ന ഞാൻ കാണുന്നത് ആ പണിക്കാരൻ ചവിട്ടുകൊണ്ട് വീഴുന്നതാ. എന്താ സംഭവം? എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നെ നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി. എന്നാലും ദേവൻ ഇത്രയും മോശക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ ശബ്ദമിടറി. അത് വിട്, ഇനി ആരും തന്നെ ശല്യം ചെയ്യില്ല, മാധവ് പറഞ്ഞു. അവളുടെ മുഖത്തെ ശങ്കാഭാവം ഒഴിഞ്ഞു. റൂമിലേക്ക് കയറാതെ ഇരുവരും കോട്ടേജിന് മുന്നിലുള്ള കസേരയിലിരുന്നു. മാധവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ചു നേരം കൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ലൊരു ബോണ്ടുണ്ടായി. മാധവ് തലചിരിച്ച് അവളെ നോക്കി. മാധവേട്ടൻ്റെ ജാതകത്തിൽ പറയുന്നത് പോലെ കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ മരിച്ചു പോയാൽ മാധവേട്ടൻ എന്ത് ചെയ്യും? മറ്റൊരു കല്യാണം കഴിക്കുമോ? സ്വന്തം മരണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും അവളുടെ കണ്ണുകളിൽ ആകാംക്ഷ തങ്ങി നിന്നു.
അവളിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവണം അവനൊരു നിമിഷം മൗനമായിരുന്നു. തീർത്ഥയ്ക്കൊപ്പം യാത്രയും ഈ അന്തരീക്ഷവുമെല്ലാം അവളെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചിന്ത മറന്ന് അവനെ തണുപ്പിച്ചിരുന്നു. അവളുടെ ചോദ്യം വീണ്ടും ഉള്ളിലെ കനലിനെ ജ്വലിപ്പിച്ചു. ഇല്ല. ഒറ്റ വാക്കിൽ ഉത്തരമൊതുക്കി അവൻ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അകലെ മലമടക്കുകൾക്കിടയിൽ നിലാവ് പ്രഭ ചൊരിഞ്ഞു. താഴെ മഞ്ഞിൻ്റെ കരിമ്പടത്തിനടിയിൽ നിദ്രയെ ഭോഗിക്കുന്ന താഴ്വാരം. ആ മനോഹര ദൃശ്യങ്ങൾ പോലും അവൻ്റെ മനസ്സിലെ തീ കെടുത്തിയില്ല. പിന്നെ വീണ്ടും ആകാംക്ഷയോടെയുള്ള അവളുടെ ശബ്ദം. പ്ലീസ് ഷട്ടപ്പ് തീർത്ത. അവൻ്റെ ശബ്ദമുയർന്നു. മരം കോച്ചുന്ന തണുപ്പിലും മനസ്സ് വല്ലാതെ ചൂട് പിടിച്ചിരുന്നു. തീർത്ത പെട്ടെന്ന് നിശബ്ദയായി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. മൗനമായി നിമിഷങ്ങൾ കടന്നുപോയി. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നറിയാമോ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് മാധവ് ചോദിച്ചു. തീർത്ത മെല്ലെ തലയാട്ടി. എന്തിനാ? താടി ഒഴിഞ്ഞുകൊണ്ട് അവനൊരു പുരികം മാത്രം ഉയർത്തി. ഹണിമൂണിന്. അവളുടെ ശബ്ദം നിർത്തു. ആണല്ലോ. എന്നിട്ട് അതിനെപ്പറ്റി വല്ല ചിന്തയുമുണ്ടോ? എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. മാധവ് അവളെ നോക്കി കണ്ണുരുട്ടി. ഇമ ചിമ്മിക്കൊണ്ട് അവൾ മുഖം താഴ്ത്തി. അതെ, തണുത്തൊരു കാറ്റടിച്ചാൽ 4 ദിവസം പനിക്കുന്ന ആളാ ഞാൻ. തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എണീക്ക്, നമുക്ക് അകത്ത് പോവാം. മാധവ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കോട്ടേജിൻ്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയ മാധവ് റൂം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നെരിപ്പോടിനടുത്തേക്ക് നീങ്ങി. അവൻ നെരിപ്പോട് കത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർത്ത അകത്തേക്ക് കയറി വന്നു. ആദ്യമായി നെരിപ്പോട് കത്തുന്നത് കണ്ട അവളുടെ കണ്ണുകളിൽ ആകാംക്ഷ. ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. മാധവ് അവിടെ നിന്നും എഴുന്നേറ്റു. ഈ തണുപ്പത്തോ? തീർത്ത അതിശയത്തോടെ അവനെ നോക്കി. എനിക്ക് മേത്ത് വെള്ളം വീഴാഞ്ഞ ഉറക്കം വരില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു. ഡ്രസ്സിന് മുകളിൽ ഇട്ടിരുന്ന ജാക്കറ്റ് മാറ്റിക്കൊണ്ട് തീർത്ത ബെഡിലേക്കിരുന്നു. പതുപതുത്ത മെത്ത. ഇന്ന് ഇതിൽ വെച്ചല്ലേ തങ്ങളുടെ ആദ്യ രാത്രി. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ശരീരം പൊത്തു. നേർത്ത ചിരിയോടെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാധവ് കുളി കഴിഞ്ഞിറങ്ങി വന്നു. കണ്ണാടിയിലൂടെ അവനെ നോക്കി നിൽക്കുമ്പോൾ തീർത്തയുടെ ഹൃദയമിടിപ്പ് കൂടി. മാധവിൻ്റെ നെഞ്ചിലെ വെളുത്ത ഉറച്ച പേശികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ വജ്രം പോലെ തിളങ്ങി. കണ്ണാടിയിലൂടെ അവളുടെ കണ്ണുകൾ തൻ്റെ നേർക്കാണെന്നറിഞ്ഞ മാധവിന് ചമ്മൽ തോന്നി. എങ്കിലും അവനത് മുഖത്ത് ഭാവിച്ചില്ല. അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ ബാഗ് എടുക്കാനായി ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. മാധവിന് അവളുടെ അടുത്ത് നിന്നിട്ട് വേണം അവൻ്റെ ഡ്രസ്സുകൾ എടുക്കാൻ. അവൻ അരികിലേക്ക് വന്നപ്പോൾ ചന്ദനത്തിൻ്റെ ഗന്ധം അവളെ പൊതിഞ്ഞു. മാധവ് അടുത്തേക്ക് വന്നതും തീർത്ത ഒന്ന് നീങ്ങിയതാണ്. ഫ്ലോർ മാറ്റിൽ തെന്നി അവൾ വീഴാനാഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവൾ വേഗം അരികിൽ നിന്ന് മാധവിനെ പിടിച്ചു. വീഴാതിരിക്കാനായി അവനും അവളെ പിടിച്ചു. ഇപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണവർ. തീർത്ത മിഴികളുയർത്തി നാണത്തോടെ അവനെ നോക്കി. എന്തേലും പറ്റിയോ? കരുതലോടെ അവൻ ചോദിച്ചു. അവൾ തല വെട്ടിച്ചു. മാധവന്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവളുടെ നെഞ്ച് ഉയർന്നു താഴ്ന്നു. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ആ കണ്ണിൽ തിരതല്ലുന്ന വികാരം അവൻ അറിഞ്ഞു. തണുപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന ആ ചൂട് അവൻ്റെ ചിരകളിലേക്ക് പാഞ്ഞു. മാധവ് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് നെറുകയിൽ ചുംബിച്ചു. പിന്നെ കയ്യിൽ കോരിയെടുത്തു. പെട്ടെന്നായതുകൊണ്ട് തീർത്ത പേടിച്ചു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. തീർത്തയെ ബെഡിൽ കിടത്തിയിട്ട് അവൻ ചെന്ന് വാതിൽ ലോക്ക് ചെയ്തു. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തു. കട്ടിലിന് എതിർവശത്തെ ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം മുറി മുഴുവൻ പ്രകാശപൂരിതമാക്കിയിരുന്നു. കൂടെ നെരിപ്പോടിൽ മുനിഞ്ഞു കത്തുന്ന സ്വർണ്ണ വെളിച്ചവും. ആ വെളിച്ചത്തിൽ സമൃദ്ധമായി വളർന്ന കാർക്കൂന്തൽ അഴിച്ച് മുന്നിലേക്കിട്ട് വലത് കൈയിൽ തല താങ്ങി വെച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞ് തീർത്ത അവനെ പ്രണയത്തോടെ നോക്കിക്കിടന്നു. തിരികെ അവന് ബെഡിലിരുന്ന മാധവ് അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? മിഴികളുയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതിന് മറുപടിയൊന്നോണം മാധവ് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ തൻ്റെ ചുടുനിശ്വാസം ഇടിച്ച് ചുവന്ന തുടുത്ത കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ ആ തുടുത്ത മുഖം മുഴുവൻ മേഞ്ഞു നടന്നു. കവിളിൽ ഇറുക്കിയടച്ച നീളൻ കണ്ണുകളിൽ, നെറ്റിത്തടത്തിലെ കുരുന്നു പൊട്ടിൽ, കുരുനിരയിലെ കുങ്കുമച്ചായയിൽ, നീണ്ടുരുണ്ട മൂക്കിൻ തുമ്പിൽ, ചുണ്ടിനു താഴെ താടിയിൽ. അവളുടെ മുഖമാകെ അവൻ ചുംബനം കൊണ്ട് മൂടി. വേനൽ മഴ പെയ്ത മണ്ണിനെ പോലെ തീർത്ത തരിച്ചു നിന്നു. ചുറ്റുമുള്ളതൊന്നും അപ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അന്നോളം ഉണ്ടായിട്ടില്ലാത്ത ആ അനുഭൂതിയിൽ ലയിച്ചു നിന്നുപോയി. തീർത്തയുടെ ചുണ്ടുകൾ എന്തിനോ വേണ്ടി കൊതികൊള്ളുന്നത് പോലെ വിറച്ചു. മാധവ് ബെഡിന് താഴേക്കിറങ്ങി. അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി. ആ നീളൻ മിഴികളിലെ നാണമൊക്കെ എങ്ങോ പോയിരുന്നു. പകരം അടങ്ങാത്ത ആഗ്രഹം അവയിൽ അലതല്ലി.
മാധവ് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് തൻ്റെ മുഖത്തോട് അടുപ്പിച്ചു. ചുണ്ടുകൾ പരസ്പരം ചേർന്നപ്പോൾ ആദ്യ ചുംബനത്തിൻ്റെ സ്വർഗീയ അനുഭൂതിയാൽ തീർത്ത കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തോ ഒന്ന് തന്നിൽ നിന്നും തുടിച്ചുണരുന്നത് അവൾ അറിഞ്ഞു. അപ്പോഴും കണ്ണുകൾ അടച്ചു നിന്ന് തീർത്തയെ ചുംബനം കൊണ്ട് തളർത്തുകയായിരുന്നു മാധവ്. തീർത്ത അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ബെഡിലേക്ക് ചായ്ഞ്ഞു. അവൾക്ക് മുകളിലാണെങ്കിലും അയാളുടെ ദേഹത്ത് ഭാരം വരാതിരിക്കാൻ മാധവ് കൈമുട്ട് ബെഡിൽ അമർത്തി. തീർത്ത അവൻ്റെ മുഖം വീണ്ടും തന്നോടടുപ്പിച്ചുകൊണ്ട് അവൻ്റെ റോസ് നിറമാർന്ന ചുണ്ടിൽ മെല്ലെ ചുണ്ടുരസി. ആ നിമിഷങ്ങളിലെ അവരുടെ മുഖഭാവങ്ങൾ അവൾക്ക് പരസ്പരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താളം തെറ്റിയ നിശ്വാസങ്ങൾ അവർക്കിടയിൽ നിന്നുതിർന്നു. മാധവേട്ട! അവളുടെ കഴുത്തിൽ അവൻ ചുണ്ടുകൾ കൊണ്ടൊഴിഞ്ഞപ്പോൾ തീർത്തയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. ചുംബനമേറ്റ് അവളുടെ മുഖം ചുവന്നു. ചുംബനത്തിൻ്റെ ഉന്മാദം ഞരമ്പുകളിൽ പൂത്തു. പൂർണ്ണമായും അവൻ്റേതാവാൻ അവളുടെ മനം കൊതിച്ചു. നേർത്ത കിതപ്പോടെ മാധവ് ബെഡിലേക്ക് കിടന്നപ്പോൾ തീർത്ത ഇടം കൈയാൽ അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ വിരലോടിച്ച് തല ചായ്ച്ച് കിടന്നു. അവളുടെ മാറിലെ മൃദുലതകൾ മാധവിൻ്റെ നെഞ്ചിൻ്റെ വശത്തമർന്ന് അവന് ചൂട് പകർന്നു. അവൻ അവളുടെ ചുമലിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ താളത്തിലുള്ള അവളുടെ നിശ്വാസങ്ങൾ അവൻ്റെ നെഞ്ചിൽ പതിച്ചു. അവൾ ഉറങ്ങിയെന്ന് അവന് തോന്നി. തീർത്ത, താൻ ഉറങ്ങിയോ? അവളുടെ നെറുകിൽ കവിളമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ അവൾ തോൾ കുലുക്കി. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഉറങ്ങിത്തുടങ്ങിയിരുന്നു എന്ന് അവന് തോന്നി. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കാൽകൊണ്ട് പുതപ്പ് വലിച്ചെടുത്ത് അവനും മെല്ലെ മിഴികൾ അടച്ചു.